എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റും മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരം തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ക്യാരറ്റ് നമ്മളൊരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്ത് അതിലോട്ട് നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് പകരം നമുക്ക് വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു 1/2 മിനിറ്റ് നേരം ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മളൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി വേണമെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഇത്രയും ലൂസായിട്ടിരിക്കണം, ഒത്തിരി അങ്ങ് കട്ടിയായി പോരുതേ. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 2 നുള്ളു ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസിന് പകരം നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി നേരം ഇട്ടങ്ങ് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. മൈദയിൽ ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കുണ്ടല്ലോ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലൊരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തു. അതിനുശേഷം ഉണ്ടല്ലോ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനുണ്ടല്ലോ 5 മിനിറ്റ് മുമ്പേ ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ബാറ്റർ നിറച്ച ട്രേ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യത്തെ 10 മിനിറ്റ് ഉണ്ടല്ലോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. പിന്നീട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കിസ്മിസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊരു 20 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തോന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ട്രേ ഉണ്ടല്ലോ ഒന്ന് മാറ്റി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള
ക്യാരറ്റും മുട്ടയും വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. സ്പോഞ്ച് പോലാണ് ഇരിക്കുന്നത്. നോക്കിക്കേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.